ഈ അടുത്ത കാലം വരെ മറ്റൊന്നിനും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളാണ് സൈക്കോളജി പഠിക്കാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ നേരെ മറിച്ച് ഏറ്റവും ബ്രൈറ്റായിട്ടുള്ള കുട്ടികളാണ് സൈക്കോളജിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് ഫീസിൻ്റെ നിരക്കുകളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥാപനങ്ങളിലും യൂണിവേഴ്സിറ്റികളിലും സെൽഫ് ഫിനാൻസ് കോഴ്സുകളിൽ 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് സൈക്കോളജി കോഴ്സിന് 50 ലക്ഷം വരെയാണ് ഫീസ്. അത് ഹോസ്റ്റൽ ഫീസുമൊക്കെ ചേർത്തായിരിക്കാം. എങ്കിൽ പോലും ഒരു കുട്ടി 4 വർഷം കൊണ്ട് സൈക്കോളജി ബിരുദം നേടുമ്പോൾ 50 ലക്ഷത്തോളം രൂപയാണ് ചെലവാകുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും അന്വേഷിക്കാറുണ്ട്, ഈ സൈക്കോളജി പാസ്സായാൽ എന്ത് ജോലി കിട്ടും, എന്ത് ശമ്പളം കിട്ടും എന്നൊക്കെ. ഇപ്പോൾ ചില രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും അടുത്ത കാലത്ത് എന്നോട് തന്നെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ പല വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും സൈക്കോളജിസ്റ്റുകളുടെ ജോലികളെ പറ്റി വലിയ തെറ്റിദ്ധാരണകളാണ് ഉള്ളത്. പലർക്കും മെഡിക്കൽ ഫീൽഡിലുള്ള ജോലികളും അല്ലാതെയുള്ള ജോലികളും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഈ സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം പോലും അറിഞ്ഞുകൂടാത്ത രക്ഷകർത്താക്കളുണ്ട്. MBBS പാസ്സായ മെഡിക്കൽ ഡോക്ടർ മനോരോഗ ചികിത്സയിൽ സ്പെഷ്യലൈസ് ചെയ്യുമ്പോഴാണ് സൈക്യാട്രിസ്റ്റ് ആകുന്നത്. MBBS പഠനത്തിൽ ഒരു 3 മാസത്തെ സൈക്യാട്രി പോസ്റ്റിംഗ് ഉണ്ട്, സൈക്യാട്രി ഒരു പേപ്പറുണ്ട്. വെറും MBBS ഉള്ള ആളും ഒരു സൈക്യാട്രിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു വരും. പക്ഷേ MBBS കഴിഞ്ഞിട്ട് 1-2 വർഷത്തെ സൈക്യാട്രിയിലുള്ള ഉപരിപഠനവും കൂടെ കഴിഞ്ഞവരെയാണ് സാധാരണ സൈക്യാട്രിസ്റ്റായിട്ട് നിയമിക്കുന്നത്. സൈക്കോളജിസ്റ്റ് ഈ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ 3-4 ഓപ്ഷൻസാണ് ഉള്ളത്. ഒന്ന് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, 2 ന്യൂറോ സൈക്കോളജിസ്റ്റ്, പിന്നെ സൈക്കോതെറാപ്പിസ്റ്റ്, പിന്നെ ഹെൽത്ത് സൈക്കോളജിസ്റ്റ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നവർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളാണ്. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇന്ന് സൈക്കോളജിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് ന്യൂറോ സൈക്കോളജിസ്റ്റ് ആയിട്ടാണ്. സൈക്യാട്രി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സൈക്കോളജിക്കൽ ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ജോലി ചെയ്യുന്ന മനഃശാസ്ത്രജ്ഞന്മാരെയാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. ന്യൂറോളജി ക്ലിനിക്കുകളിൽ സൈക്കോന്യൂറോളജിക്കൽ ടെസ്റ്റുകൾ അഡ്മിനിസ്റ്റർ ചെയ്യുകയും ന്യൂറോളജിക്കലായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നവരെയും ആണ് ന്യൂറോ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്ത് ന്യൂറോ സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ് വളരെ കൂടിയിട്ടുണ്ട്. കാരണം പല ബ്രെയിൻ ഡെഫിസിറ്റ് ഉള്ള ടൈപ്പ് ആളുകളെയും ട്രെയിനിങ് കൊടുത്ത് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ ഈ ആക്ച്വൽ ട്രെയിനിങ് കൊണ്ട് അവരുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം തന്നെ മെച്ചപ്പെടുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ആളുകളാണ് ന്യൂറോ സൈക്കോളജിസ്റ്റുകൾ. അതുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന സൈക്കോളജിസ്റ്റുകൾ ന്യൂറോ സൈക്കോളജിസ്റ്റുകൾ ആയിരിക്കുന്നത്.
ഹെൽത്ത് സൈക്കോളജി എന്ന് പറഞ്ഞാൽ സാധാരണ പല മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകളിലും മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നവരെ സഹായിക്കുന്ന സൈക്കോളജിസ്റ്റുകൾക്കാണ് ഹെൽത്ത് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. സൈക്കോ തെറപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോ തെറപ്പി കൊടുക്കുന്ന സൈക്കോളജിസ്റ്റുകൾക്കാണ് സൈക്കോ തെറപ്പിസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി, അദ്ദേഹം വളരെ ബ്രൈറ്റായിരുന്നു. അദ്ദേഹം സൈക്കോളജി MA പാസ്സായതിനു ശേഷം അദ്ദേഹം ബാംഗ്ലൂരിൽ പോയി ക്ലിനിക്കൽ സൈക്കോളജിയിൽ ഡിപ്ലോമ എടുത്തു. എന്നിട്ട് PSCയിൽ വഴി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്തു. അതേസമയം തന്നെ അദ്ദേഹം ഈ ക്ലറിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ PSC ടെസ്റ്റും കൂടെ എഴുതി. അദ്ദേഹത്തിന് ക്ലറിക്കൽ അസിസ്റ്റൻ്റായിട്ട് സെലക്ഷൻ കിട്ടി. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ടും PSC വഴി നിയമനം കിട്ടി. അപ്പോൾ എവിടെ ജോലി ചെയ്യണം എന്നൊരു സംശയമുണ്ടായി. അദ്ദേഹം അപ്പോൾ കൂടുതലായിട്ട് രണ്ടിൻ്റെയും ഗുണദോഷങ്ങളെ പറ്റി ഒരു അന്വേഷണം നടത്തി. ഈ ജോലികളിൽ സാധാരണ ഒരു മേജർ ഡിവിഷൻ ഈ ഓഫീസർ ഗ്രേഡെന്നും സബോർഡിനേറ്റ് ഗ്രേഡെന്നുമാണ്. ഇവിടെ ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടങ്ങിയ ഒരു ഡിഫറൻസിയേഷനാണിത്. അക്കാലത്ത് ഗവൺമെൻറ് ഓഫീസേഴ്സ് ഗ്രേഡെന്നും അസിസ്റ്റൻറ്റ് ഗ്രേഡെന്നും ഓഫീസർ അല്ലാത്ത ഗ്രേഡ് എന്നൊരു വ്യത്യാസം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്തെ ഉണ്ട്. പിന്നെ അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാറി ബ്രിട്ടീഷ് ഗവൺമെൻറ് വന്നതിന് ശേഷം ഇത് ഗസറ്റഡ് ഓഫീസേഴ്സ് ഗ്രേഡെന്നും ക്ലറിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡെന്നും പേര് മാറ്റി. ഈ ഗസറ്റഡ് എന്ന് പറഞ്ഞാൽ ഓഫീസേഴ്സിൻ്റെ നിയമനവും ട്രാൻസ്ഫറും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗസറ്റിൽ പരസ്യം ചെയ്യും. പക്ഷേ നോൺ ഓഫീസർ ഗ്രേഡിലുള്ളവരുടെ ഒന്നും ഗസറ്റിൽ പരസ്യം ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പല രാജ്യങ്ങളിലും ഇങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ ഉണ്ട്. ഇപ്പോൾ ചില രാജ്യങ്ങളിൽ കമ്മീഷൻഡ് റാങ്ക്, നോൺ കമ്മീഷൻഡ്, സബോർഡിനേറ്റ് റാങ്ക് എന്നൊരു ഡിവിഷനുണ്ട്. മെഡിക്കൽ ഫീൽഡിൽ സാധാരണ ഈ സൈക്കോളജിസ്റ്റുകളുടെ പൊസിഷൻ ഏതായാലും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിക്കോട്ടെ, ന്യൂറോ സൈക്കോളജിസ്റ്റ് ആയിക്കോട്ടെ, സൈക്കോ തെറപ്പിസ്റ്റ് ആയിക്കോട്ടെ, ഹെൽത്ത് സൈക്കോളജിസ്റ്റ് ആയിക്കോട്ടെ, ഇവരെല്ലാം ഈ സബോർഡിനേറ്റ് ഗ്രേഡാണ്. എന്ന് വെച്ചാൽ ഒരാൾ ഈ നോൺ ഗസറ്റഡ് റാങ്കിൽ കയറുന്നു, പക്ഷെ അയാൾ റിട്ടയർ ചെയ്യുമ്പോഴും ആ ഗ്രേഡിൽ തന്നെ ആയിരിക്കും. ഇയാൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് പുതുതായിട്ടൊരു ഡോക്ടർ സൈക്യാട്രിസ്റ്റായിട്ട് വന്നാൽ അയാൾ വെറും MBBS ആയിരുന്നായിരിക്കും. 3 മാസം സൈക്യാട്രി പോസ്റ്റിങ്ങേ കാണുകയുള്ളൂ. പക്ഷെ അയാളായിരിക്കും യൂണിറ്റിൻ്റെ ബോസ്. അപ്പോൾ ഈ റിട്ടയർ ചെയ്യുന്ന സീനിയോറിറ്റിയുള്ള സൈക്കോളജിസ്റ്റ് അയാളുടെ സബോർഡിനേറ്റ് ആയിട്ടായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. അപ്പം അയാളുടെ ശമ്പള സ്കെയിൽ എപ്പോഴും ഈ ഓഫീസർ ഗ്രേഡിൻ്റെ താഴെയായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി PSC വഴിയുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ പോസ്റ്റ് അക്സെപ്റ്റ് ചെയ്തില്ല. അയാളുടെ സെക്രട്ടേറിയറ്റിൽ ക്ലറിക്കൽ അസിസ്റ്റൻ്റായിട്ട് കയറി. കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ അയാൾ സെക്ഷൻ ഓഫീസറായി. അപ്പോൾ ഓഫീസർ ഗ്രേഡായി. അയാൾ അണ്ടർ സെക്രട്ടറി ആയിട്ട് സീനിയർ പോസ്റ്റ് റിട്ടയർ ചെയ്തു. അപ്പം അയാളുടെ ഒപ്പം അയാൾക്ക് പകരം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് കയറിയ ആൾ റിട്ടയർ ചെയ്തപ്പോഴും നോൺ ഗസറ്റഡ് റാങ്കിൽ തന്നെയായിരുന്നു. അപ്പം നിങ്ങൾ വേണമെങ്കിൽ ഇൻ്റർനെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, ഈസ് ദി പോസ്റ്റ് ഓഫ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഇൻ ഇന്ത്യ ഗസറ്റഡ് ഓർ നോൺ ഗസറ്റഡ് എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ സൈക്കോളജിസ്റ്റ് ഇൻ ദ മെഡിക്കൽ പ്രൊഫഷൻ
നോൺ ഗസറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു കുട്ടി മെഡിക്കൽ കോളേജിൽ വേണമെങ്കിൽ MBBS അഡ്മിഷൻ കിട്ടും. പക്ഷെ അയാൾ അത് കളഞ്ഞിട്ട് സൈക്കോളജി പഠിക്കാൻ വരികയാണ്. അപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വലിയ ഒരു പോസ്റ്റാണെന്ന് വിചാരിച്ച് അയാൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിക്കഴിഞ്ഞാൽ അയാൾ സർവീസിലേക്ക് ഗവൺമെൻറ് സർവീസിൽ കയറുകയാണെങ്കിൽ റിട്ടയർ ചെയ്യുന്നതുവരെ അയാൾ ഒരു നോൺ ഗസറ്റഡ് സ്കെയിലിൽ ഇരിക്കേണ്ടി വരും എന്നുള്ളത് ഓർമ്മിച്ചിരിക്കേണ്ട ഒരു സംഗതിയാണ്. പിന്നെ പ്രൈവറ്റ് സെക്ടറിൽ മെഡിക്കൽ ഫീൽഡിൽ പ്രൈവറ്റ് ആയാലും ഗവൺമെൻറ് ആയാലും ഇത് തന്നെയാണ് ഗതി. പിന്നെ നോൺ മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ ഈ ശമ്പളം എല്ലാം ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചാണ്. ഇപ്പോൾ IT രംഗത്ത് ആദ്യകാലത്ത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് പഠിക്കുന്ന ആളുകൾക്ക് ഉയർന്ന ശമ്പളങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു. മാസം 30,000 40,000 വരെയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നവരുണ്ട്. ഇന്നിപ്പോൾ IT-ക്കാർ ഇഷ്ടം പോലെ ഇറങ്ങുന്നതുകൊണ്ട് 5,000 രൂപ വരെ കുറഞ്ഞ ശമ്പളത്തിൽ വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ മാസ്റ്റേഴ്സ് ബിരുദം എടുത്ത ആളുകളുണ്ട്. അപ്പോൾ ഈ പ്രൈവറ്റ് സെക്ടറിൽ നോൺ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന സൈക്കോളജിക്കാരുടെ ശമ്പളം ഡിമാൻഡ് ആൻഡ് സപ്ലൈ പോലെയാണ്. അതിന് നമുക്ക് ഒരു അഷുറൻസും കൊടുക്കാൻ സാധിക്കില്ല. ഇപ്പോൾ സൈക്കോളജി പഠിക്കാൻ കയറുന്ന കുട്ടികൾ പാസ്സാകുമ്പോൾ 4 വർഷം കഴിഞ്ഞ് എന്തായിരിക്കും പ്രൈവറ്റ് സെക്ടറിൽ നോൺ മെഡിക്കൽ ഏരിയാസിൽ അവരുടെ ശമ്പളം എന്നുള്ളത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സംഗതിയാണ്. ഈ അടുത്ത കാലത്ത് നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് എന്നൊരു ബോഡി ഗവൺമെൻറ് രൂപീകരിച്ചിട്ടുണ്ട്. അവരാണ് ഇനിയുള്ള കാലത്ത് സൈക്കോളജിക്കാരുടെ ലൈസൻസ് എല്ലാം കൊടുക്കാൻ പോകുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ തന്നെ റീഹാബിലിറ്റേഷൻ കൗൺസിൽ സൈക്കോളജിക്കാർക്ക് ലൈസൻസ് കൊടുക്കുന്നുണ്ട്. തുടക്കത്തിൽ അവർ എല്ലാ സൈക്കോളജിസ്റ്റുകൾക്കും ലൈസൻസ് കൊടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവർ നിങ്ങളുടെ ഓപ്പറേഷൻ റീഹാബിലിറ്റേഷൻ രംഗത്ത് മാത്രമാണെന്ന് ലിമിറ്റ് ചെയ്യുകയുണ്ടായി. അവർ സൈക്കോളജിസ്റ്റിന് കൊടുക്കുന്ന ലൈസൻസ് 16 കാറ്റഗറിയിലുള്ള മറ്റ് പ്രൊഫഷണൽസിൻ്റെ കൂടെയാണ്. ഈ 16 കാറ്റഗറിയിൽ ഒട്ടുമുക്കാലുമൊക്കെ നോൺ ഗസറ്റഡാണ്. പാരാമെഡിക്കലായിട്ടുള്ള കോഴ്സുകളാണ്. അത് PhD കഴിഞ്ഞ് 2-3 വർഷം ചെറിയ പാരാമെഡിക്കൽ കോഴ്സ് പാസ്സായവരുടെ കൂടെയാണ് സൈക്കോളജിക്കാരനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ലൈസൻസും ഏതാണ്ട് ഇതിന് ഇക്വലൻ്റ് പോലെയാണ് തോന്നുന്നത്. ഈ NCASP 6 കാറ്റഗറി ഓഫ് സൈക്കോളജിസ്റ്റുകളെ പറ്റി പറയുന്നുണ്ട്. അതിൽ സൈക്കോളജിസ്റ്റുകൾ, എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റുകൾ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകൾ, മിലിറ്ററി സൈക്കോളജിസ്റ്റ്, പിന്നെ ഫോറൻസിക് സൈക്കോളജിസ്റ്റ്, ഹെൽത്ത് സൈക്കോളജിസ്റ്റ്, ഇങ്ങനെ 6 കാറ്റഗറിയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാം ടെൻഡേറ്റീവ് സിലബസ് ഈ കമ്മീഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡ്രാഫ്റ്റ് സീനിയർ സൈക്കോളജിസ്റ്റുകൾക്കെല്ലാം അയച്ചു കൊടുത്ത് അവരുടെ അഭിപ്രായം ചോദിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഡ്രാഫ്റ്റ് ഇന്ന് അവൈലബിളാണ്. അപ്പോൾ സൈക്കോളജി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ ഇത് നോക്കാം. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ കാറ്റഗറികൾക്കെല്ലാം എന്താണ് മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ടതെന്ന് ഇവർ എക്സ്പേർട്സിനോട് ചോദിക്കുകയാണ്. PhD വേണോ അതോ മാസ്റ്റേഴ്സ് ബിരുദം മതിയോ എന്നാണ് ചോദിക്കുന്നത്. ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ PhDയും കുറേ നാൾ
രജിസ്ട്രേഷനുള്ള ഒരാളുടെ കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസുമാണ് ലൈസൻസിൻ്റെ ആധാരം. അതുപോലെ വേണം അതോ മാസ്റ്റേഴ്സ് ഡിഗ്രിയും കുറേ നാളത്തെ അപ്രന്റീസ്ഷിപ്പും മതിയോ എന്നാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ PhDയും പിന്നെ കുറേ വർക്ക് സൂപ്പർവൈസ്ഡ് വർക്ക് എക്സ്പീരിയൻസും ഉള്ളവർക്ക് പ്രൊഫഷണൽ ലെവൽ ജോബ്സാണ് കിട്ടുന്നത്. അവരുടെ സാലറി നമ്മളുടെ ഗസറ്റഡ് ഇതിന് ഇക്വലൻ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യം പറയുന്ന സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റ് ഒരു പക്ഷേ വീണ്ടും ലൈസൻസ് വരുമ്പോൾ ഒരു പ്രൊഫഷണൽ ലെവൽ അല്ലെങ്കിൽ ഗസറ്റഡ് ലെവൽ ലൈസൻസ് ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ മെഡിക്കൽ ഫീൽഡിൽ പോകുന്ന ആളുകൾക്ക് മിക്കവാറും നോൺ ഗസറ്റഡ് റാങ്കിൽ വർക്ക് ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും സൈക്കോളജി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ ഈ ഡ്രാഫ്റ്റ് സിലബസ് നോക്കുക. അപ്പോൾ ഈ ജോലി സാധ്യതകളെപ്പറ്റിയും ശമ്പള സ്കെയിലുകളെപ്പറ്റിയും ഒരു വ്യക്തത നിങ്ങൾക്ക് കിട്ടിയെന്ന് വരും.